നമസ്കാരം. എഡ്യൂപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ചു പേർക്ക് അറിയാവുന്നതും എന്നാൽ നല്ല ഡിമാൻഡ് ഉള്ളതുമായ ഒരു മെഡിക്കൽ ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ്. പലർക്കും ഈ കോഴ്സിനെ കുറിച്ചോ കോഴ്സുകൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ ജോലി സാധ്യതയെക്കുറിച്ചോ അധികം അറിയില്ല എന്നതാണ് വാസ്തവം. വളരെ സ്കോപ്പുള്ള ഈ കോഴ്സിൻ്റെ പേരാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ. BSc ന്യൂക്ലിയർ മെഡിസിൻ കോളേജസ് കേരളത്തിന് പുറത്തും എവിടെയെല്ലാമാണ്, എത്ര സീറ്റുണ്ട്, 70% മാർക്കുള്ളവർക്കും അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകൾ, ജോബ് സ്കോപ്പ്, കോഴ്സ് ഫീസ്, സാലറി തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു 4 വർഷ BSc ഡിഗ്രി പ്രോഗ്രാമാണ്. ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി പ്രോബ്ലംസ്, തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾ കണ്ടെത്താനും ചികിത്സിക്കാനും ന്യൂക്ലിയർ മെഡിസിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി BSc ന്യൂക്ലിയർ മെഡിസിൻ വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു മെഡിക്കൽ കോഴ്സാണെന്ന് പറയാം. ഇത് ഇന്ത്യയിൽ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ലഭ്യമായ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കുറച്ച് സീറ്റുകളാണ് ഈ കോഴ്സിന് ഉള്ളത്. പഠിച്ചിറങ്ങുന്നവർ കുറവായതുകൊണ്ട് തന്നെ ജോലിക്കുള്ള കോമ്പറ്റീഷൻസും വളരെ കുറവായിരിക്കും. കൂടാതെ ഈ മേഖലയിൽ പരിചയവും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മറ്റു ഫീൽഡിൽ ഉള്ളവരെക്കാൾ സാലറി വളരെ കൂടുതലായിരിക്കും എന്നുകൂടി അറിയുക. ഇന്ത്യയിലെ പല പ്രമുഖ സ്ഥാപനങ്ങളിലും കൂടാതെ വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് UAE, UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് കഴിഞ്ഞവർക്ക് നിരവധി അവസരങ്ങളാണ് ഉള്ളത്. കൂടാതെ ഇതുപോലെ തന്നെ വളരെ ജോലി സാധ്യതയുള്ള മറ്റൊരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് BSc റേഡിയോ തെറാപ്പി. നല്ല ഡിമാൻഡും ശമ്പളവുമുള്ള ഈ കോഴ്സിന്റെ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാനാവുന്നതാണ്. PCB വിഷയങ്ങളിൽ +2 50% മാർക്കോടെ പാസ്സായവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ LBS സെന്റർ വഴിയാണ് നടക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ LBS വഴി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 സീറ്റും സ്വകാര്യ മേഖലയിൽ 2 സീറ്റും കൂടി മൊത്തം 8 സീറ്റാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സിനുള്ളത്. സാധാരണ ഒരു 98% മാർക്കെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ആകെ 8 സീറ്റ് ഉള്ള ഈ കോഴ്സിലേക്ക് LBS വഴി അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ അത് 100% വരെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലും നേരത്തെ അപ്ലൈ ചെയ്തിരുന്നത് പ്രയോജനം ചെയ്തേക്കാം. കേരളത്തിന് പുറത്ത് BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ചില ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവയാണ്: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹി, അപ്പോളോ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചെന്നൈ, PGIMER ചണ്ഡിഗർ, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈ, രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ ന്യൂഡൽഹി, CMC ലുധിയാന. BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് കഴിഞ്ഞവർക്ക് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്, റിസർച്ച് സയന്റിസ്റ്റ്, റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ തുടങ്ങിയ റോളുകളിലാണ് ജോലി ലഭിക്കാറുള്ളത്. ഇന്ത്യയിലും വിദേശത്തും പ്രധാനമായി ജോലി ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ISRO, ടോപ്പ് ഹോസ്പിറ്റൽസ് ലൈക്ക് എയിംസ് ന്യൂഡൽഹി, അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹോസ്പിറ്റൽസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ ഫാർമസി കമ്പനീസ് തുടങ്ങിയവയാണ്. ഹയർ എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ളവർക്ക് ഡിഗ്രിക്ക് ശേഷം MSc, അതിനുശേഷം ന്യൂക്ലിയർ മെഡിസിനിൽ PhD പ്രോഗ്രാമിന് ചേരാവുന്നതാണ്. കേരളത്തിലെ BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സിനെയും കേരളത്തിന് പുറത്തുള്ള കോളേജുകളുടെ ഫീസ്, അഡ്മിഷനെ കുറിച്ചുള്ള മറ്റു സംശയങ്ങൾ എന്നിവ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതാണ്. അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈ തുടങ്ങിയ പ്രമുഖ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ വേണ്ട ഗൈഡൻസിനും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. BSc റേഡിയോ തെറാപ്പി, BSc റേഡിയോളജി, BSc നഴ്സിംഗ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തുടങ്ങിയ മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചും GNM, BBSc, BDS, MBBS, മെഡിക്കൽ PG, PhD തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സിന്റെ സീറ്റ് ഉടൻ തന്നെ ഫില്ലാകുന്നതുകൊണ്ട് താല്പര്യമുള്ളവർ റിസൾട്ട് വന്ന ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.